بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 7 ദിവസം നാം നടത്താൻ ഉദ്ദേശിച്ച വഅദ് പരിപാടി 2 ദിവസം നേരത്തെ നടന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ 5 ദിവസം കൂടി നമ്മുടെ പരിപാടി അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഉണ്ടാകും എന്ന് അറിയിക്കുന്നു. നാം നേരത്തെ ആദ്യത്തെ ദിവസം തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന സൂറത്തുൽ മുഅ്മിനൂനയിലെ ആദ്യത്തെ ആയത്ത് വിവരിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിൻ ആരാണ്, യഥാർത്ഥ വിശ്വാസി ആരാണ് എന്നതിനെ സംബന്ധിച്ച്
അവരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ അന്ന് നാം ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനം ഭൂമിലോകത്ത് നടപ്പാക്കും എന്നതും ആ തീരുമാനത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നവർ ആയിരിക്കണം എന്നതും നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയങ്ങൾ വരുമ്പോഴും അല്ലാഹുവിന്റെ തീരുമാനം മറികടക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്നും അല്ലാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ സംതൃപ്തിയോടുകൂടി മനക്കരുത്തോടുകൂടി ഏത് വിഷയങ്ങളെയും സമീപിക്കാനും നമുക്ക് സാധിക്കും. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ്. അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഏത് സമയത്തും ഏത് വിഷയത്തിലും നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് അല്ലാഹ് എന്നത്. ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പേര് ചൊല്ലിച്ചുകൊണ്ട് അവൻ തുടങ്ങുന്നു. ഏത് സന്തോഷം കൈവന്നാലും അത് എന്റെ പവറാണെന്നോ എന്റെ കഴിവാണെന്നോ പറയാതെ ചിന്തിക്കാതെ അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് അവൻ നന്ദിയുടെ വാക്ക് പ്രഖ്യാപിക്കും. അവൻ ഏത് മുസീബത്തുകൾ സംഭവിച്ചാലും അതിന്റെ പേരിൽ പൊറുതികേട് കാണിക്കാതെ ഭീരുവാകാതെ അവൻ സ്വയം മറന്നുപോകാതെ അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവന്റെ തീരുമാനം അവൻ നടപ്പാക്കുമെന്നതിൽ സംശയം ഇല്ല. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാം അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് ഏത് വിഷയങ്ങൾക്കും വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ഇവിടെയുള്ള നഷ്ടങ്ങളെല്ലാം ഒരു നിലയ്ക്ക് ലാഭങ്ങളാണ് എന്ന് വിശ്വസിച്ച് അവൻ പ്രഖ്യാപിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെയും അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയാണ്. എന്നാൽ ആ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിൽ മാത്രം ലയിക്കുകയും അല്ലാഹുവിൽ മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് അവൻ നിസ്കരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ സംബന്ധിച്ച് അഫ്ളത്തു മിഅ്റാജിൽ മുഅ്മിനീൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹുമായി ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ട് അല്ലാഹുമായി സംഭാഷണം നടത്തുന്ന സമയമാണ് നിസ്കാരം. അതിനാൽ ആ നിസ്കാര സമയം പരിപൂർണമായ ഭക്തിയോടുകൂടി ആയിരിക്കണം നിസ്കരിക്കുന്ന മനുഷ്യൻ നിസ്കരിക്കുന്നത്. ഇതാണ് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. നിസ്കാരത്തിൽ ഭക്തി എന്നത് നാം അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ബാക്കി ചില ഭാഗങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭക്തി എന്ന് പറയുന്നത് മാനസികമായും ശാരീരികമായും ഭക്തി വേണം. ശാരീരികമായ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ മുന്നിൽ ഒരല്പസമയം നാം അല്ലാഹുമായി സംഭാഷണം നടത്താനും അവന് വണക്കം കാണിക്കാനും വേണ്ടി നിൽക്കുകയും ഇരിക്കുകയും കുനിയുകയും നീരുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് നിശ്ചയിക്കപ്പെട്ട ചലനങ്ങൾ അല്ലാത്ത വേറൊരു ചലനവും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. വേറെ ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനർത്ഥം ശരീരം ഭക്തിപൂർവം സമർപ്പിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, ഒരു വോളിബോൾ കളിക്കുന്ന കളിക്കാരൻ
ആ കളിക്കുന്ന കളിക്കാരൻ കളിക്കുന്നതിനിടയിൽ കളിക്ക് വേണ്ടിയുള്ള തുള്ളലും ചാട്ടവും ഒക്കെ അവന് അനുവദനീയമാണെങ്കിലും ഗ്രൗണ്ടിൽ നിന്ന് അവൻ പുറത്തേക്ക് അവന്റെ കാലിൽ പെട്ടുപോയാൽ അതോടുകൂടി ഫൗളായി. ഇതുപോലെ ആ കളിക്കുന്ന കളിക്കാരൻ അവൻ ബോൾ തട്ടുന്ന സമയത്ത് നെറ്റ് തൊട്ടുപോയാൽ അവന് ഫൗളായി പോയി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിസ്കാരമല്ല, ഇത് ഭക്തിപ്രകടനമല്ല, ഇതൊരു കാര്യമല്ല, ഇതൊരു കളിയാണ്. ആ കളിക്ക് പോലും നിബന്ധനകളാണ്, വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥക്കപ്പുറം തൊട്ടുപോയാൽ, ചലിച്ചുപോയാൽ, നീങ്ങിപ്പോയാൽ കളി ബാക്കിലായിപ്പോയി. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാ കളിയും എല്ലാ മോശമായ കാര്യങ്ങളും മുഴുവനും പൊറുപ്പിക്കുന്ന, അല്ലാഹുമായി മനുഷ്യനെ ഏറ്റവും അടുക്കുന്ന, അല്ലാഹുമായി മനുഷ്യനെ ഏറ്റവും അടുക്കുന്ന ഘട്ടമാണ് നിസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ആ നിസ്കരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ചലനം എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട്, എത്ര പരിഗണിക്കേണ്ടതുണ്ടെന്ന് ബുദ്ധിയുള്ള മനുഷ്യനോട് പറയേണ്ടതുണ്ടോ? കളിക്കുന്ന കളിക്കാർക്ക് തന്നെ നിബന്ധനകളും അവരുടെ ചലനങ്ങൾക്ക് നിയന്ത്രണങ്ങളും, അവരുടെ ചലനം ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ നിബന്ധന പ്രകാരമല്ലെങ്കിൽ അവർ കോർട്ടിന്റെ പുറത്തുമാണെങ്കിൽ അല്ലാഹുമായി നടത്തുന്ന സംഭാഷണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയ്യതി കുല്ലിഹാ അസ്സലാഹ്. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം അത് നിർവഹിക്കുമ്പോൾ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സഹോദരന്മാരെ ഞാനും നിങ്ങളും ആലോചിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് കാണാം, മനുഷ്യന്റെ രോഗത്തിന് ചികിത്സിക്കുന്ന മരുന്നുകളും ചികിത്സാമുറകളും നൽകുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു മനുഷ്യനെ കിടത്തി ചികിത്സിക്കുമ്പോൾ ആ മനുഷ്യന്റെ ചലനങ്ങൾക്ക് നിയന്ത്രണം, അതുപോലെ കുടിക്കുന്ന മരുന്നിന് നിയന്ത്രണം, കഴിക്കുന്ന ഭക്ഷണത്തിന് നിയന്ത്രണം, അവന്റെ നടത്തത്തിനും ഇരുത്തത്തിനുമൊക്കെ നിയന്ത്രണം. എങ്കിലേ ഇവന്റെ ശരീരത്തിൽ ആരോഗ്യം കിട്ടുകയുള്ളൂ എന്നതാണ് കാരണമെങ്കിൽ പറയട്ടെ, ആത്മീയമായ ആരോഗ്യത്തിന്, ആത്മീയമായ പുരോഗതിക്ക്, ആത്മീയമായ ശക്തിക്ക് ഏറ്റവും കാരണമാകുന്ന നിസ്കാരം, അതിന്റെ നിബന്ധനകൾ ഏത് രൂപത്തിൽ പാലിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന മനുഷ്യൻ വളരെ ശ്രദ്ധിച്ച് നിസ്കരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ ജനങ്ങളെ, മസലുസ് സ്വലവാത്തിൽ ഖംസി കമസലി നഹരിൻ ജാരിൻ അലാ ബാബി അഹദികും കസീരിൽ മാഇ يغتسل فيه كل يوم 5 مرات فهل يبقى عليه من الدرن شيء. 5 നേരത്തെ നിസ്കാരത്തിന്റെ ഉദാഹരണം ഒരു നദി പോലെയാണ്, ഒരു പുഴ പോലെയാണ്. അത് അദ്ദേഹത്തിന്റെ ഗേറ്റിനടുക്കലൂടെ താഴ്വരയിലൂടെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ശുദ്ധവെള്ളമുള്ള ഒരു പുഴ. ആ പുഴയിൽ 5 നേരം അവൻ കുളിക്കുന്നു. ഫഹൽ യബ്ഖാ അലൈഹി മിനദ്ദറനി ശൈഅ. അവന്റെ ശരീരത്തിൽ വല്ല കറകളും ബാക്കിയാകുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉദാഹരണമാക്കി, നിസ്കാരത്തെ ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരു പുഴയിലുള്ള കുളിയോട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശരീരത്തിൽ കുറെ മ്ലേച്ഛ മനുഷ്യൻ, ശരീരത്തിൽ കുറെ ചേറുകളുള്ളൊരു മനുഷ്യൻ വെള്ളത്തിൽ പോയി മുങ്ങിങ്ങി കയറി വന്നതുകൊണ്ട് അവന്റെ ശരീരത്തിലെ ചേറുകൾ നീങ്ങുമോ? വെറും വെള്ളത്തിലൊന്ന് നനഞ്ഞിങ്ങി കയറി വന്നതുകൊണ്ട് മാത്രം ശരീരത്തിലെ ചേറുകൾ നീങ്ങുമോ?
മറിച്ച് ആ ചേറ് നീങ്ങുന്ന രൂപത്തിൽ അവൻ കുളിക്കേണ്ടതില്ലേ? ചേറ് നീങ്ങുന്ന രൂപത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ ചേറുള്ള സ്ഥലം തേച്ച് കഴുകണം, വേണ്ടി വന്നാൽ സോപ്പ് ഉപയോഗിക്കണം, അതുപോലെ നന്നായി തേച്ച് വൃത്തിയാക്കണം. ഇല്ലാതെ വെറുതെ ഒന്ന് പൊതിർത്തിയിട്ടിങ്ങ് കയറി വന്നതുകൊണ്ട് മനുഷ്യനുണ്ടോ വൃത്തിയാകാൻ പോകുന്നു? ഇത് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ മനുഷ്യൻ 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരം, അത് അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ ശരീരവും ആത്മാവും ഫിൽട്ട് ചെയ്യാനുള്ള ഏർപ്പാടാണ്, ശുദ്ധീകരിക്കാനുള്ള ഏർപ്പാടാണ്. ആ ശുദ്ധീകരണം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തെങ്കിലേ അതിന്റെ പ്രതിഫലം, അതിന്റെ ഗുണവും മനുഷ്യന് ലഭിക്കുന്നുള്ളൂ. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൈസ ലിൽ അബ്ദി മിൻ സലാത്തിഹി ഇല്ലാ മാ അഖല. ഒരു മനുഷ്യൻ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിച്ചതേ മനുഷ്യന്റെ നിസ്കാരത്തിൽ അവന് കണക്കാക്കപ്പെടുന്നതായി ഉള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ വഅഖിമിസ് സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാനും എന്നെ ചിന്തിക്കാനുമാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നിങ്ങൾ നിസ്കാരം ഉറക്കെ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത്. മറ്റൊരു സ്ഥലത്ത് റബ്ബ് പറഞ്ഞു, വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരായി പ്രവർത്തിക്കുന്നവരാകരുത്, ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാകണം. ഇനിയും നിങ്ങൾക്ക് നോക്കൂ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ബോധമില്ലാത്തവരായ നിലക്ക്, മസ്താന്മാരായ നിലക്ക് നിങ്ങൾ നിസ്കാരത്തില്ലാത്ത തഖറബുസ് സലാത്ത വ അൻതും സുകാറാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത്. നിങ്ങൾ മസ്താന്മാരായി ലഹരി പിടിച്ചവരായി അടുക്കരുത്. ഈ ലഹരി പിടിച്ചവരായി അടുക്കരുത് എന്ന് പറഞ്ഞത് കള്ള് കുടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് കള്ള് പൂർണ്ണമായി വിരോധിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടന്ന ജനങ്ങൾ ഉണ്ടാവുകയും നിസ്കാരത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുമ്പോ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന സ്ഥലം തുടങ്ങി ലാ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ലാ ഒഴിവാക്കിയിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലാ ഒഴിവാക്കി ഓതുകയും ചെയ്തപ്പോൾ അന്ന് ഇറങ്ങിയതാണ് ലാ തഖറബുസ് സലാത്ത വ അൻതും സുകാറാ, നിങ്ങൾ ലഹരിയുള്ളവരായി, സ്വയം ബോധമില്ലാത്തവരായി നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുത്തു പോകരുത്. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാത്ത വിധത്തിൽ, നിങ്ങളത് ചിന്തിക്കാത്ത വിധത്തിൽ നിസ്കാരത്തിലേക്ക് കടന്നു പോകരുത്. ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, തഅലീലുൻ ലിനഹീസ് സുക്റാനി വഹുവ മുസ്തരിദുൻ ഫിൽ ഗാഫിൽ മുസ്തഗ്രിഖിൽ മുസ്തമ്മി ബിദ്ദുനിയാ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കള്ള് കുടിച്ച് മസ്താന്മാരായി നിസ്കാരത്തിലേക്ക് കടക്കരുതെന്നാണെങ്കിലും അതേ കാര്യം തന്നെ ദുന്യാവിന്റെ ചിന്തയിൽ ലയിച്ചുകൊണ്ട് ഞാൻ അള്ളയുമായുള്ള സംഭാഷണത്തിലാണെന്ന ബോധമില്ലാതെ ഞാൻ എന്താണ് പറയുന്നത്, എന്താണ് ചൊല്ലുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന ചിന്തയും ബോധവുമില്ലാതെ അശ്രദ്ധരായി നിസ്കാരത്തിൽ കടക്കുന്നവർക്കും ഈ ആയത്ത് ബാധകമാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാകണം നിസ്കാരം. അപ്പോഴേ നിസ്കാരത്തിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നുള്ളൂ. നിസ്കാരത്തിന്റെ ഫലം ലഭിക്കണമെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള നിസ്കാരമാകണം. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വന്നു, ഇന്നമൽ ഖുശൂഉ ലിമൻ തമക്കന വ തവാവഅ. വളരെ താഴ്മയോടെയും വളരെ ലാളിത്യത്തോടുകൂടെയും താഴ്മയോടുകൂടെയും നിസ്കരിക്കുന്നവനാണ് ഖുശൂ ഉള്ളത്. അതുപോലെ അവിടുന്ന് പഠിപ്പിച്ചു, മല്ലം തന്നൗ സലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം യസ്ജിദിൽ മിനല്ലാഹി ഇല്ലാ ബുഅദാ. നിസ്കാരം ഫലവത്താകുന്നില്ലെങ്കിൽ അതുകൊണ്ട് മനുഷ്യന് അകൽച്ചയാണ് റബ്ബുമായി സംഭവിക്കാൻ കാരണമാകുന്നത്. ഇത് തന്നെ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചു, കമ്മിൻ ഖായിമിൻ ഹദ്ദുഹു മിൻ ഖിയാമിഹി തഅബു വൻ നസബു
എത്രയോ നിസ്കാരക്കാർ അവരെ നിസ്കാരം കുറെ പ്രയാസമനുഭവിച്ചു എന്നല്ലാതെ അതുകൊണ്ട് യഥാർത്ഥ പ്രയോജനം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഭക്തിയോടെ നിസ്കരിക്കണമെന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ആ ഭക്തി ലഭിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും, അതിനെന്തെല്ലാം മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഞാൻ ആമുഖമായി തന്നെ ഉണർത്തുകയാണ്. നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് കാണാം, അതെ അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീബി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്നാൽ ഉണ്ടായിരുന്ന സംഭവം പണ്ഡിതന്മാര് പറയുന്നു. കാന ഇബ്നു സുബൈർ ഇദാ ഖാമ ഫി സ്വലാത്തി കഅന്നഹു ഊദ് വഅന്ന അബൂബക്കർ സിദ്ദീഖ് കാന കദാലിക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്നാൽ വെറും ഒരു കൊള്ളിക്കഷ്ണം വെച്ചതുപോലെ മഹാനവറുകൾ താഴോട്ട് നോക്കി ഒരൊറ്റ നൃത്തമാണ്. ഒരു ചലനവും നിസ്കാരത്തിന്റെ ചലനമല്ലാത്ത ഒരു ചലനവുമില്ല, ഒരു തിരിഞ്ഞു നോട്ടവുമില്ല, ഒരു ശ്രദ്ധയുമില്ല. അല്ലാഹുവിന്റെ മുന്നിൽ കൊള്ളിക്കഷ്ണം വെച്ചതുപോലെ ഒരൊറ്റ നൃത്തമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും സ്വഭാവം അത് തന്നെയാണ്. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ താടി, നിസ്കാരത്തിൽ താടി ഇങ്ങനെ വന്നങ്ങ് തടകി താടി കൊണ്ടൊരു ചെറിയ കളി കളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് അന്നഹു റഅ റജുലൻ ഫി സ്വലാത്തി വഹുവ യഅബ്ബസു ബിലിഹിയതിഹി. നിസ്കരിക്കുന്ന സമയത്ത് താടി ഒന്നുകിൽ ഇങ്ങനെ പിടിച്ചൊന്ന് വലിക്കലോ, അല്ലെങ്കിൽ താടി ഒന്ന് തടകലോ, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം താടി കൊണ്ടങ്ങ് കളിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖസഅല ഖസഅത് ജവാരിഹു. അവൻ ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നുവെങ്കിൽ അവന്റെ സർവ്വ അവയവങ്ങളും ഭക്തിയോടെ നിൽക്കുന്നതാണ്. കൈകൊണ്ട് കളിച്ചുപോയോ അവന്റെ ഭക്തി, മനസ്സിൽ ഭക്തിയില്ല എന്നതിന്റെ തെളിവാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം, അങ്ങനെ അന്നഹു റഅ റജുലൻ ഫി സ്വലാത്തി വഹുവ യഅബ്ബസു ബിലിഹിയതിഹി ഫഖാല ലൗ ഖസഅല ഖസഅത് ജവാരിഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താടി കൊണ്ട് കളിക്കുന്നത് കണ്ടപ്പോ, ആ താടിയിൽ കൈവച്ച് കളിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞ വാചകമാണ്, അവന്റെ ശരീരം ഭക്തിയോടെ നിൽക്കും, മനസ്സിന് ഭക്തിയുണ്ടെങ്കിൽ. അപ്പൊ അല്ലാഹുവിന്റെ മുന്നിൽ പരിപൂർണ ഭക്തിയോടെ മനുഷ്യൻ നിസ്കരിക്കുമ്പോ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ തലകൊണ്ടോ ഒന്നുകൊണ്ടും ഒരു ചലനവുമില്ലാതെ നിസ്കരിക്കണം. ഇതാണ് സഹോദരന്മാര്, നിങ്ങൾക്ക് കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധ മാറാതിരിക്കാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സല്ലല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖമീസത്തിൻ ലഹാ അലാമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് വരയും കുറിയുമൊക്കെയുള്ള ഒരു വസ്ത്രത്തിലായി നിസ്കാരം നിർവഹിച്ചു. ഫനദറ ഇലാ അലാമിഹാ നദറ. അതിലേക്ക് അവിടുത്തെ ശ്രദ്ധയങ്ങോട്ട് പതിഞ്ഞുപോയി. ഫലമ്മൻ സറഫ. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാല, അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബൂ ബി ഖമീസതി ഹാദിഹി ഇലാ അബീ ജഹം വഅ്തൂനി ബി അംബിജാനിയത്തിൻ അബീ ജഹം ഫഇന്നഹാ അൽഹതിനി ആനിഫൻ അൻ സ്വലാത്തി. വരയും കുറിയുമുള്ള വസ്ത്രത്തിൽ നിസ്കരിച്ചപ്പോ എന്റെ ശ്രദ്ധ അതിലേക്ക് തിരിയാൻ വരെ അത് കാരണമായി. ഞാൻ അതിലേക്ക് നോക്കിപ്പോയി. അതിനാൽ ഈ വസ്ത്രം നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കൂ, മറ്റൊരു വസ്ത്രം തരാൻ പറയൂ. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, അതാ പുള്ളിയും വരയും കുറിയും ഒക്കെയുള്ള വസ്ത്രത്തിൽ നിസ്കരിക്കുന്നത്, അത്തരം വസ്ത്രമിട്ട് നിസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്.
പുള്ളികളുള്ള ലുങ്കിത്തുണികൾ, പുള്ളികളുള്ള കുപ്പായങ്ങൾ, പുള്ളികളുള്ള മറ്റ് വസ്ത്രങ്ങൾ, അതിലേക്ക് ശ്രദ്ധ തിരിയാൻ കാരണമാകുന്നത് വല്ലതും വസ്ത്രത്തിലുണ്ടോ? ആ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിസ്കാരം വിരോധിക്കപ്പെട്ടതാണ്. അതേസമയം അത്തരത്തിലുള്ള ഒരു വിരി വിരിച്ചുകൊണ്ടുള്ള നിസ്കാരവും വിരോധിക്കപ്പെട്ടതാണ്. ഇപ്പോൾ വിദേശ നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മുടെ മുസല്ലകൾ ഏകദേശവും ഏതെങ്കിലും ചിത്രങ്ങളുള്ളതാണ്. അത്തരം ചിത്രങ്ങളുള്ള മുസല്ലകളിൽ നിസ്കരിക്കുന്നത് കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. കാരണം നിസ്കരിക്കുന്നവന്റെ ശ്രദ്ധ അതിലേക്ക് തിരിയാനത് കാരണമാണ്. ഇതുപോലെ വരയും കുറിയും ഒക്കെയുള്ള വസ്തുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന നിലക്ക് മുൻഭാഗത്തത് വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതും വിരോധിക്കപ്പെട്ടതാണ്. കാരണം പരിപൂർണമായി ശ്രദ്ധ നിസ്കാരത്തിൽ തന്നെ പതിയേണ്ടതാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞു, ചില ആളുകൾ പറയും, എന്ത് കുറിയും വരയും ഉണ്ടായാലെന്താണ്, നിസ്കരിക്കുന്ന എന്റെ ശ്രദ്ധ അങ്ങോട്ടൊന്നും നീങ്ങൂല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരെ പറ്റി ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ ലോകവിഡ്ഢിയാണ്. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്ന മറ്റൊരാളില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, വരയും കുറിയുമുള്ള തുണിയായതുകൊണ്ട് നിസ്കാരത്തിൽ എന്റെ ശ്രദ്ധ അങ്ങോട്ട് നീങ്ങിപ്പോയെന്ന്, അതിനാൽ ഇത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ നബിയല്ലേ. ആ നബിയേക്കാൾ വലിയ ശ്രദ്ധയുള്ളവൻ ആരാണോ ലോകത്തുള്ളത്? അതുകൊണ്ട് എന്റെ ശ്രദ്ധ അങ്ങോട്ടൊന്നും മാറുകയില്ലെന്ന് പറയുന്നവൻ അവന്റെ വാദം ശരിയല്ലെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ നമ്മുടെ ശ്രദ്ധ നിസ്കാരത്തിൽ എവിടെയാകണം? നിസ്കരിക്കുന്ന സമയത്ത് മനുഷ്യൻ നോക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കണം. അവന്റെ നോട്ടം പരിപൂർണമായി സുജൂദിന്റെ സ്ഥലത്താകണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് കയ്യിന്റെ വിരല്, ചൂണ്ടം വിരല് അതൽപ്പം ഉയർത്തൽ സുന്നത്തുണ്ടല്ലോ. അങ്ങനെ ഉയർത്തുമ്പോൾ നേരെ കുത്തനെ മേൽപോട്ട് ഉയർത്തരുത്. അതേ സമയത്ത് നേരെയുമാകരുത്, അല്പം താഴോട്ട് ചെരിച്ചുകൊണ്ടാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ആ പിടുത്തം സലാം വീട്ടി കഴിയുന്നത് വരെ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ആ കയ്യിന്റെ വിരലിലേക്കാണ് നോക്കേണ്ടത്. അല്ലാത്ത സമയങ്ങൾ മുഴുവനും നിസ്കരിക്കുന്നവന്റെ ദൃഷ്ടി സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കേണ്ടതാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കേണ്ടതാണ്. കയ്യിന്റെ വിരൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹംദ് മൊഴിയുന്ന സമയത്ത് ഉയർത്തി അവിടെ പിടിക്കുകയാണ് വേണ്ടത്. പിന്നീട് ആ വിരൽ ചലിപ്പിക്കാൻ പാടില്ല. നമ്മൾ ആ വിരൽ പിന്നീട് ചലിപ്പിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കയ്യിന്റെ വിരലും കൂടി ദിക്റിൽ പങ്കെടുക്കുകയാണ്. അത് അതേ നിലക്ക് തന്നെ അവിടെ പിടിക്കുകയാണ് വേണ്ടത്. പിന്നീട് കയ്യിന്റെ വിരൽ ചലിപ്പിക്കുന്ന ഏർപ്പാട് ശരിയല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ കയ്യിന്റെ വിരലിലേക്ക് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് നോക്കാം. അതേസമയം അതുവരെയുള്ള സമയം മുഴുവനും സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിയാണ് മനുഷ്യൻ നിസ്കരിക്കേണ്ടത്. ആ നിലക്ക് നിങ്ങൾ നിസ്കാരം തുടങ്ങി നിസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഭക്തി തരുന്നതാണ്. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ടാണ്, അല്പം തല താഴ്ത്തി വെച്ചുകൊണ്ടാണ് തക്ബീർ തന്നെ ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആ തക്ബീർ ചൊല്ലുന്നതോടുകൂടി രണ്ട് കൈകളും ഉയർത്തൽ സുന്നത്തുണ്ട്. രണ്ട് കൈയും എങ്ങനെയാണ് ഉയർത്തേണ്ടത്? രണ്ട് കൈയും ഉയർത്തുന്നതിന് മുമ്പ് തന്നെ തക്ബീർ ചൊല്ലുന്ന സമയത്ത് തല അല്പം താഴ്ത്തിയിട്ട് താഴോട്ട് നോക്കിയിട്ടാണ് തക്ബീർ ആരംഭിക്കേണ്ടത്. അങ്ങനെ തക്ബീർ ആരംഭിക്കുമ്പോൾ തല കുലുങ്ങരുത്, തല ചലിപ്പിക്കരുത്. വളരെ ഭക്തിയോടെ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് അല്ലാഹ് എന്ന ഹംസ ഒഴിഞ്ഞിട്ട് അക്ബർ എന്ന് തീരുന്നതിനിടയ്ക്ക് നമ്മുടെ കൈ ഉയർത്തി തീരണം.
കൈ ഉയർത്തി അതോടുകൂടെ തീരണം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം താഴോട്ട് വളരെ ഭക്തിയോടുകൂടെ നോക്കി നിന്നിട്ട് അല്ലാഹു അക്ബർ കൈ ഉയർത്തി തീരുന്നതും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി തീരുന്നതും ഒരേ സമയത്തായിരിക്കണം. അല്ലാഹു അക്ബർ, ആ ഉയർത്തുന്ന ഉയർത്തൽ നമ്മുടെ തള്ളവിരല് രണ്ട് കാതിന്റെ ചുവടെ, അതുപോലെ നമ്മുടെ മറ്റ് വിരലുകൾ കാതിന്റെ മേലേക്ക് നേരെയായി, കൈയിന്റെ ഉള്ളം കൈകൾ ചുമലിന് നേരെയായി നിൽക്കുന്ന നിലക്ക് അല്ലാഹു അക്ബർ. ആ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് കൈകൾ നമ്മൾ താഴ്ത്തിയിട്ട് നെഞ്ഞിന്റെ ചുവടെ പൊക്കിളിന്റെ മേലെ വെക്കേണ്ടത്. അത് തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് വെക്കേണ്ടത്. തക്ബീർ ചൊല്ലിക്കഴിയേണ്ടത് ഉയർത്തിക്കഴിയുമ്പോഴാണ്. അല്ലാഹു അക്ബർ, ഇനി കൈ നമ്മൾ താഴ്ത്തി വെക്കണം. അങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ കൈ നേരെ നെഞ്ഞിന്റെ ചുവടെ പൊക്കിളിന്റെ മേലെ വെക്കുന്നതാണോ നല്ലത്? അതല്ല, കൈ പൂർണ്ണമായി താഴ്ത്തിയിട്ടിട്ട് വീണ്ടും കൈ പൊക്കി വെക്കുന്നതാണോ നല്ലത്? അത് നേരെ തന്നെ കൈ ഉയർത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ താഴോട്ട് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ വെക്കലാണ് സുന്നത്തെന്ന്, അതാണ് ഏറ്റവും നല്ലതെന്ന് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് കാണാം. സഹോദരന്മാരെ, അപ്പൊ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെയാണ് കൈവെക്കേണ്ടത്. എല്ലാവർക്കും അറിയാം. കൈവെക്കുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ 3 അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നത് കാണാം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ കൈവെക്കണം എന്നാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് പൊക്കിളിന്റെയും ചുവടെ കൈവെക്കണം എന്നാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അഭിപ്രായത്തിൽ കൈ തീരെ താഴ്ത്തിയിടണം എന്നാണ്. ഇങ്ങനെ 3 അഭിപ്രായമല്ലാതെ 4ാമത്തെ ഒരു അഭിപ്രായം ഇസ്ലാം ദീനിൽ കൈവെക്കുന്നതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനപ്പുറം ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അവർ 1200 കൊല്ലത്തോളം ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ചെയ്തു വന്നതിനെതിരായി മുസ്ലിമീങ്ങളെ നിസ്കാരത്തിന്റെ ആകൃതിയിലും ഒരു ഭിന്നത ഉണ്ടാക്കാൻ കാരണക്കാരായി പോയി. അല്ലാഹു അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കുമാറാകട്ടെ. 4 മദ്ഹബിൽ 3 അഭിപ്രായം മാത്രമേ കൈവെക്കുന്നതിനെ സംബന്ധിച്ചുള്ളൂ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിലും അതുപോലെ മറ്റ് അബൂദാവൂദിന്റെ ശർഹിലും മറ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, കൈ നമ്മൾ ഉയർത്തുന്ന സമയത്ത് വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടല്ല, ഒരൽപ്പം അകറ്റിപ്പിടിച്ചുകൊണ്ടാണ് തക്ബീറിന് വേണ്ടി കൈ ഉയർത്തേണ്ടത്. ഒരൽപ്പം അകറ്റിപ്പിടിച്ചുകൊണ്ട്, കൂടുതൽ അകറ്റാനും പാടില്ല, ഒരൽപ്പം അകറ്റിപ്പിടിച്ചുകൊണ്ടാണ് കൈ ഉയർത്തേണ്ടത്. അങ്ങനെ ഉയർത്തി കൈ വെക്കുന്ന സമയത്ത് നമ്മുടെ തല ഇളകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൈയും തലയും കൂടി ഒന്നാക്കി ഇളക്കുന്ന രൂപം ഉണ്ടാകണം. ഇരിക്കട്ടെ, അങ്ങനെ തക്ബീർ ചൊല്ലുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഈ വാക്ക് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നമുക്ക് നിർബന്ധമാക്കി? ഇഫ്തിതാഹുഹു തക്ബീർ, നിസ്കാരത്തിന്റെ തുടക്കം തക്ബീറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടതാക്കി? ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, അതിന്റെ കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്നതവൻ പറയുന്നതോടുകൂടി അവന്റെ മനസ്സിൽ ഞാൻ ഈ വന്ന് നിൽക്കുന്നത് ആരോട് സംസാരിക്കാനാണ്, ഞാൻ ഈ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്, ഞാൻ ഈ നിൽക്കുന്നത് എന്ത് പ്രവർത്തനത്തിനാണ്, ആരുടെ മുന്നിലാണ്? അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച് അവന്റെ മനസ്സിൽ പരിപൂർണമായ ബോധം വരാനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്നർത്ഥമുള്ള ഈ ദിക്ർ തന്നെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ കൽപ്പിക്കപ്പെട്ടതെന്ന് മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് ഈ ദിക്ർ നിസ്കാരത്തിൽ ആവർത്തിച്ച് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത്. ഏത് പോക്കിലും വരവിലും അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അത് ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? നിന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിയല്ല കേട്ടോ. വലിയവനായ റബ്ബുമായി സംഭാഷണം നടത്തുമ്പോ
നിന്റെ ശ്രദ്ധ താഴ്ന്ന ദുനിയാവിലേക്ക് നീങ്ങല്ല, ഈ ചത്ത ശവം പോലെയുള്ള ഭൗതിക കാര്യങ്ങളിലേക്ക് നീങ്ങല്ല, നിന്റെ ശ്രദ്ധ മറ്റൊരാളിലേക്കും നീങ്ങല്ല. ഏറ്റവും വലിയവനായ റബ്ബിന്റെ മുന്നിൽ പോയി നിന്ന് അല്ലാഹു വലിയവനാണെന്ന് പറഞ്ഞു തുടങ്ങി റബ്ബുമായി സംഭാഷണം നടത്തുമ്പോ നിന്നെ അടിക്കടി ഓർമ്മിപ്പിക്കാൻ നിന്റെ നാവ് കൊണ്ട് തന്നെ നീ ഉച്ചരിക്കുകയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓരോ പോക്കിലും വരവിലുമൊക്കെ അല്ല വലിയവനാണ്, അല്ല വലിയവനാണ്. ഈ ബോധത്തോടെ തക്ബീർ ചൊല്ലുകയും ആ ബോധം നിലനിർത്തി നിസ്കരിക്കുകയും ചെയ്യാനാണ് അത് ആവർത്തിച്ച് നമുക്ക് കൽപ്പിക്കപ്പെട്ടതെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു എന്ന് പറയുകയാണ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി, ആ ദിക്ർ ചൊല്ലി അവൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി അങ്ങനെ അവൻ നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും തന്നെ അവന്റെ നിസ്കാരത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ശ്രദ്ധ മാറിപ്പോകരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു. ഞാൻ ആദ്യത്തെ ദിവസം സംസാരിക്കുന്ന സമയത്ത് ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചു. വലിയ മഹാനാണ്. ദുനിയാവുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കുകയും ഭൗതികമായ താല്പര്യങ്ങൾക്ക് പകരം അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത വലിയ മഹാനാണ് ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മഹാനവറുകൾ വളരെ ഭക്തിയോടെ വളരെ ആദരവോടെ നിൽക്കുന്ന പതിവുകാരനായിരുന്നു. ബഹുമാനപ്പെട്ടവരോട് ഒരു ദിവസം ഭരണാധികാരി ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്? നിങ്ങൾ നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാറുള്ളത് എങ്ങനെയാണ്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ കഅബ ശരീഫ് കൊണ്ടുവന്ന് വെച്ചാൽ ആ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ എന്റെ മനസ്സാന്നിധ്യം ഏതുപോലെയാണോ, ഞാൻ തുടക്കത്തിൽ തന്നെ കഅബ ശരീഫ് എന്റെ മുന്നിലുണ്ടെന്ന് ഉള്ള ധാരണയുള്ള രൂപത്തിലാണ് നിസ്കാരം നിർവഹിക്കാറുള്ളത്. നിസ്കരിക്കുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഹാത്തം റളിയല്ലാഹു അൻഹുവിനോട് ഉസാമ ഇബ്നു യൂസുഫ് ചോദിച്ചതായിരുന്നു, ഹൽ തഹ്സിനു അൻ തുസല്ലിയ, നിസ്കരിക്കാൻ നിങ്ങൾക്ക് നന്നായി നിസ്കരിക്കാൻ കഴിയുമോ ഹാത്തമുൽ അസ്മർ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. കൈഫ തുസല്ലി, നിങ്ങളെ എങ്ങനെയാണ് നിസ്കരിക്കുക? അദ്ദേഹം പറഞ്ഞു, ഇദാ തഖാറബ വഖ്തു സ്വലാത്തി അസ്ബഗ്തുൽ വുദൂ, നിസ്കാരത്തിന്റെ സമയം അടുത്തു വരുമ്പോൾ തന്നെ ഞാൻ പരിപൂർണമായി വുദൂ എടുക്കും. നിസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുമ്പ് തന്നെ വുദൂ എടുക്കുക. അത് കൂടുതൽ പ്രതിഫലാർഹമാണ്. സാധാരണ നിസ്കാരത്തിന്റെ സമയമായ നിസ്കരിക്കാൻ നിർബന്ധം, പക്ഷേ അതിനേക്കാൾ പുണ്യമാണ് നിസ്കാരത്തിന്റെ സമയം അടുത്തെത്തുമ്പോൾ തന്നെ സമയമാകുന്നതിന് മുമ്പ് തന്നെ വുദൂ എടുക്കുക. അത് കൂടുതൽ പുണ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവായുള്ള സംഭാഷണത്തിന് വേണ്ടി സമയമാകുന്നതിന് മുമ്പ് തന്നെ ശുദ്ധീകരണം തയ്യാറെടുക്കുകയും അല്ലാഹുവായുള്ള അടുപ്പവും അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും, എപ്പോഴും ളുഹർ ആകുന്നതിന് മുമ്പ് അവിടുന്ന് മുസാക്കുമെടുത്ത് ബ്രഷുമെടുത്ത് വുദൂ എടുക്കാൻ വേണ്ടി ഇറങ്ങിക്കും. അങ്ങനെ വുദൂ എടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും എപ്പോഴും ളുഹറിന്റെ സമയം ബാങ്ക് വിളിക്കുന്നത്. ഏത് നിസ്കാരത്തിലും അങ്ങനെയായിരിക്കും. സാലിഹീങ്ങളുടെ മഹാന്മാരുടെ പതിവാണ്. ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയം അടുത്തു വന്നാൽ തന്നെ അസ്ബഗ്തുൽ വുദൂ, ഞാൻ പരിപൂർണമായി വുദൂ എടുക്കും. പിന്നെ ഞാൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി അസ്തവി ഫിൽ മൗദിഇ അല്ലദീ യുസല്ലി ഫീഹി ഹത്താ യസ്തഖിറ കുല്ലു ഉദുവിൻ മിന്നി, നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പോയി നിന്നാൽ ഒരൊറ്റ അവയവവും അനങ്ങാത്ത രൂപത്തിൽ ഭക്തിപൂർവ്വം ഞാൻ അവിടെ നിൽക്കും. വഅറൽ കഅബത ബൈന ഹാജിബി വൽ മഖാമ ബിഹിയാലി സദ്രി, ഞാൻ ആ നിൽക്കുന്ന സമയത്ത് കഅബ ശരീഫ് എന്റെ നെറ്റിയുടെ നേരെ, ഇബ്രാഹിം മഖാം എന്റെ മുന്നിൽ നെഞ്ഞിന്റെ നേരെ ഉള്ളതുപോലെ ഞാൻ അവിടെ നിൽക്കും. ആ രൂപത്തിൽ ഞാൻ അവിടെ നിൽക്കും. അത് ഞാൻ കാണുന്നത് പോലെ ഉണ്ടാകും. വല്ലാഹു തആല യഅലമു മാ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിയും. ആ ധാരണയോടുകൂടെ ഞാൻ നിൽക്കും. ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ വണങ്ങാൻ വന്നവനാണോ
അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കുറഞ്ഞ സമയം അവന് വേണ്ടി മാത്രം ചലനം നിയന്ത്രിക്കാൻ വന്നവനാണോ? അവന് വേണ്ടി മാത്രം ചിന്തിക്കാൻ വന്നവനാണോ? അതല്ല ഞാൻ കളികളുടെ കൂട്ടത്തിൽ ഒരു കുനിയലും നീരലും നടത്തുന്നവനാണോ? അത് അല്ലാഹു അറിയുമല്ലോ. ആ ചിന്തയോടെ ഞാൻ പോയി നിൽക്കും. വകഅന്ന ഖദമീ അല സിറാത്ത്, എനിക്ക് നരകത്തിന്റെ മേലെ വന്ന് വെക്കപ്പെടുന്ന ഒരു പാലമില്ലേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, ആ പാലത്തിന്റെ മേൽ എന്റെ കാല് വെച്ചതുപോലെ എന്റെ മനസ്സിൽ തോന്നും. വൽ ജന്നത്തു അൻ യമീനി വന്നാറു അൻ യസാരി, എന്റെ വലതുഭാഗത്ത് സ്വർഗവും ഇടതുഭാഗത്ത് നരകവുമുള്ളതുപോലെ വമലക്കുൽ മൗതി ഖൽഫി, എന്റെ നേരെ പിന്നിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ നിൽക്കുന്നത് പോലെ വഅദുന്നു അന്നഹാ ആഖിറു സലാത്തി, ഞാൻ നിസ്കാരത്തിന് തക്ബീർ ചൊല്ലാൻ ഈ ചിന്തയോടെ അവിടെ അങ്ങ് നിൽക്കുമ്പോ എന്റെ മനസ്സിൽ വരും, ഇതെന്റെ അവസാനത്തെ നിസ്കാരം, എന്റെ നേരെ പിന്നിൽ അസ്റായീൽ നിൽക്കുകയാണ്, എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന നിലക്ക് ഞാൻ ആ നിസ്കാരത്തിലേക്ക് ഞാനങ്ങോട്ട് കടക്കും. സുമ്മൗകബ്ബിറു തക്ബീറത്തൻ ബിഇഖ്ബാത്തിൻ വഅഖറഉ ഖിറാഅത്തൻ ബിത്തഫക്കുരി, എന്നിട്ട് ഞാൻ തക്ബീർ ചൊല്ലും. ഞാൻ വളരെ ചിന്തിച്ചുകൊണ്ട് ആ ഓതുന്നതും ചൊല്ലുന്നതുമൊക്കെ ചിന്തിച്ചതുകൊണ്ട് ഞാൻ ഒത്തും, അതുപോലെ ചൊല്ലലും നടത്തും. വളരെ താഴ്മയോട്, ഇത് കളരിയിലെ കുനിയലല്ല, മറ്റേതെങ്കിലും കളിയിലുള്ള കുനിയലല്ല, ഇതെന്റെ റബ്ബിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ താഴ്മയോടെ കുനിഞ്ഞു നിൽക്കുകയാണ്. റബ്ബിനെ ബഹുമാനിച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കുകയാണ്. ആ ചിന്തയിൽ ഞാൻ താഴ്മയോടെ കുനിഞ്ഞു നിൽക്കും. വഅസ്ജുദു സുജൂദൻ ബിത്തളർറുഇ, ഞാൻ വളരെ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ അവയവങ്ങളൊക്കെ നിലത്ത് വെച്ച് ഏറ്റവും മനുഷ്യൻ ബഹുമാനിക്കുന്ന മുഖം നിലത്തുകുത്തി മനുഷ്യന്റെ നെറ്റി അത് മണ്ണിലോ ഭൂമിയിലോ കുത്തി ഞാനങ്ങ് സുജൂദ് ചെയ്യും. സുമ്മ അജ്ലിസു അലത്തമാം, പിന്നെ പരിപൂർണമായ നിലക്കടങ്ങി ഒതുങ്ങി ഞാൻ ഇരിക്കും. വതസഖ്ഖദു അലർ റജാഇ വൽ ഖൗഫി, ഞാൻ വളരെ ഭയത്തോടെയും പ്രതീക്ഷയോടെയും ഞാൻ അത്തഹിയ്യാത്ത് ചൊല്ലും. വഉസല്ലിമു അലസ്സുന്ന, ഞാൻ സുന്നത്തനുസരിച്ച് സലാം പറയും. സുമ്മ ഉസല്ലിമുഹാ ബിഇഖ്ലാസ്, പിന്നെ ഞാൻ വളരെ ആത്മാർത്ഥമായി സലാം വീട്ടും. അങ്ങനെ ഞാൻ വഖൂമു ബൈനർ റജാഇ വൽ ഖൗഫി, ഞാൻ പ്രതീക്ഷയിലും ഭയത്തിലുമായി നിസ്കാരം നിർവഹിക്കും. സുമ്മ അതഅഹദു ബിസ്സബ്രി, പിന്നെ ഞാൻ അതിനൊക്കെ മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കി വളരെ അടക്കി ഒതുങ്ങി ഞാൻ ആ നിസ്കാരം ക്ഷമയോടുകൂടെ നിർവഹിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ ഉസാമ പറഞ്ഞു, യാ ഹാത്തം കദാ സലാത്തുക, ഇങ്ങനെയാണോ നിങ്ങളെ നിസ്കാരം ഹാത്തമുള്ള സമ്മതങ്ങളെ? മാനവരുകൾ പറഞ്ഞു, ഹാ കദാ സലാത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുപടി, എനിക്ക് ഇതുപോലൊരു നിസ്കാരം നിർവഹിക്കാൻ ഇന്ന് വരെയും സാധിച്ചില്ലല്ലോ. ഓ സഹോദരന്മാരെ, നിസ്കാരം എന്നത് ഒരു കുത്തിമറിയലല്ല, അതെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ചെയ്യാനുള്ള കാര്യമല്ല, പരിപൂർണമായ ഭക്തിയോടുകൂടെ നിർവഹിക്കേണ്ട കാര്യമാണ്. അവർക്കാണ് അല്ലാഹു സമ്മാനം നൽകുന്നത്, അവർക്കാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. സമ്മാനം ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. പക്ഷേ നിസ്കാരം അത് ശരിയായ നിസ്കാരമാകണം. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുവേണ്ടി നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ പോയി നിൽക്കുകയല്ലേ, ആ നിൽക്കുന്ന സമയത്ത് ധരിച്ച വസ്ത്രധാരണ പോലും അതുപോലെ ഗുരുത്വത്തോടെ ശരിയായ രൂപത്തിലാകണം. ഇതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നൊരാൾ നിസ്കാരം നിർവഹിച്ചു. ഇതെല്ലാവരും അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഉറങ്ങിപ്പോയവരുടെ വിളിച്ചാൽ ഭയങ്കര ഉറക്കന്മാരാണ് ചില മനുഷ്യന്മാർ. ബൈനമാ റജുലുൻ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് ഒരാൾ നിസ്കരിക്കുന്നു. എങ്ങനെ നിസ്കരിക്കുന്നു? അദ്ദേഹത്തിന്റെ നെരിയാണിയുടെ ചുവടെയാണ് തുണിയുള്ളത്. ചെറുപ്പക്കാര്, ഏകദേശം ആളുകളും തുണിയെടുക്കുമ്പോ നെരിയാണിയുടെ ചുവടയല്ലേ ഇന്ന് തുണിയെടുക്കുന്നത്. അത് വാസ്തവത്തിൽ പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ വിരോധിച്ച കാര്യമാണ്.
അതേ സലാത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം. അല്ലാഹു തആല അവരെ പരിശുദ്ധരാക്കൂല, അല്ലാഹ് അവരെ സംസ്കരിക്കൂല, അല്ലാഹ് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, അല്ലാഹ് അവരോട് ഉരിയാടൂല, അല്ലാഹ് അവരോട് മിണ്ടൂല, അല്ലാഹ് അവരെ കൊള്ള റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹു ജല്ല ജലാലുഹു അതേ അവരെ ശുദ്ധീകരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ ആ കൂട്ടര്? ആ കൂട്ടരെ എണ്ണുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് എണ്ണിയ ഒരു കൂട്ടരാരാണ്? അൽ മുസ്ബിലു ഇസാറഹു, തുണി നെരിയാനിയുടെ ചോടെ ഉടുക്കുന്നവനാണ്. കാരണം അത് കിബിറിന്റെ ലക്ഷണമാണ്, അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാനിയുടെ ചുവടെ പുരുഷന്മാര് തുണി ഉടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്. സ്ത്രീകളെ, നിങ്ങൾക്കത് ബാധകമല്ല. നിങ്ങളെ ശരീരത്തിൽ പൂർണ്ണമായി തുണി ഉടുക്കുന്ന സമയത്ത് നിങ്ങൾ നെരിയാനിയുടെ ചുവടെ ഒരു ചാണെങ്കിലും താഴ്ത്തി ഉടുക്കണമെന്നാണ് നിയമം. കാരണം നിങ്ങളെ കാല് മറ്റൊരാൾ കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ട് താഴ്ത്തി ഉടുക്കണമെന്നാണ് നിയമം. അതുകൊണ്ടും കാണുമെന്ന് തോന്നിയാൽ വീണ്ടും താഴ്ത്തി ഉടുക്കണമെന്നാണ്. നേരെ മറിച്ച് പുരുഷന്മാര്, ചെറുപ്പക്കാരെ, നെരിയാണിയുടെ ചുവടെ തുണി ഉടുക്കുന്ന സമയത്ത് നെരിയാണിയുടെ ചുവടെ തുണി ഉടുക്കുന്നത് കടുത്ത തെറ്റാണ്. ഈ ബോധം നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നിന്ന് നിസ്കരിച്ച ഒരാൾ തുണി താഴ്ത്തി ഉടുത്ത് നിസ്കരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല ഫദഹബ ഫതവല്ല. ഓ മനുഷ്യ, നീ പോയി ഒളുവെടുക്കൂ, എന്നിട്ട് നീ നിസ്കാരം നിർവഹിക്കൂ. ഫദഹബ ഫതവല്ല. അദ്ദേഹം പോയി ഒളുവെടുത്ത് വന്നു, പിന്നെയും വന്നു. സുബ്ഹാനല്ലാഹ്. ഒളുവെടുത്ത് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നപ്പോ ഒരാൾ ചോദിച്ചു, നബിയേ മാലക അമർതഹു അയതവല്ല. നബിയെ, തങ്ങളെന്തിനാണ് അദ്ദേഹത്തോട് ഒതുവെടുക്കാൻ പറഞ്ഞത്? ഖാല ഇന്നഹു കാന യുസല്ലി വഹുവ മുസ്ബിലുൻ നിസാറഹു വഇന്നല്ലാഹ ലാ യഖ്ബലു സലാത്ത റജുലിൻ മുസ്ബിലിൻ നിസാറഹു. അവൻ നെരിയാണിയുടെ ചുവടെ തുണി ഉടുത്തുകൊണ്ടാണ് നിസ്കരിച്ചത്. അതുകൊണ്ടാണ് അവനോട് ഒതുവടക്കം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞത്. കാരണം നെരിയാണിയുടെ ചുവടെ തുണി താഴ്ത്തി ഉടുക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു തആല അത് പരിപൂർണമായ നിലക്ക് സ്വീകരിക്കുകയില്ല. അപ്പൊ സഹോദരന്മാരെ, നെരിയാണിയുടെ ചുവടെ തുണി ഉടുത്ത് നിസ്കരിച്ചവന്റെ നിസ്കാരത്തിന് ന്യൂനതയാണ്, അത് പരിപൂർണമായ രൂപത്തിലായില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, കോർട്ടിൽ വെച്ച് കളിക്കുന്ന സമയത്ത് കളിക്ക് പോലും വര തെറ്റരുത്, അതുപോലെ തന്നെ തൊട്ടു പോകരുത്, ഗ്രൗണ്ടിന്റെ പുറത്തായി പോകരുത്. ഇങ്ങനെ തുടങ്ങി നിബന്ധനകളുണ്ടെങ്കിൽ നിസ്കാരത്തിന് ഒരുപാട് നിബന്ധനകളും സുന്നത്തുകളുമുണ്ട്. ആ സുന്നത്തുകൾ പാലിച്ച് നിസ്കരിക്കാതിരുന്നാൽ, സുന്നത്തുകൾ പാലിച്ച് നിസ്കരിക്കാതിരുന്നാൽ, അദബുകൾ പാലിച്ച് നിസ്കരിക്കാതിരുന്നാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വികലാംഗനായ ഒരടിമയെ രാജാവിന് കാഴ്ചവെക്കുന്നത് പോലെയാണത്. കാതില്ലാത്ത മനുഷ്യൻ ജീവി തന്നെയാണ്, അടിമ തന്നെയാണ്. പക്ഷേ ഒരു രാജാവിന്റെ മുമ്പിൽ കാഴ്ചക്ക് അടിമ വെക്കാൻ പറ്റൂലല്ലോ, കാരണം കാത് പൊറിഞ്ഞ അടിമയല്ലേ. ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് കാതില്ലാത്ത കുട്ടനെ അറുക്കാൻ പറ്റുന്നില്ലല്ലോ, കാരണം അത് കുട്ടനല്ലാത്തത് കൊണ്ടല്ലല്ലോ, അല്ലെങ്കിൽ അത് ജീവിയല്ലാത്തത് കൊണ്ടല്ലല്ലോ, അറുത്താൽ മാംസമില്ലാത്തത് കൊണ്ടല്ലല്ലോ, അതിന് വൈകല്യമുള്ളത് കൊണ്ടല്ലേ. ഇതുപോലെ സുന്നത്തുകൾ തന്നെ ഒഴിവാക്കി നിസ്കരിച്ചാൽ തന്നെ വൈകല്യമാണ്. ആ വൈകല്യം ഉള്ള നിസ്കാരമല്ലല്ലോ നിസ്കരിക്കേണ്ടത്. എന്നാൽ അവനോട് ഒതുവെടുക്കാൻ പറഞ്ഞതോ, നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിലുള്ള നിയമം നോക്കിയാൽ നിര്യാണിയുടെ ചോടെ തുണി ഉടുത്തുകൊണ്ട് ഉളൂ ബാത്തിലാകുന്നില്ല, നിസ്കാരം ബാത്തിലാകുന്നില്ല. ആ മസ്അല അറിയാഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഓ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്ഹുൽ മുഈൻ ഓതിയിട്ടില്ലെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എല്ലാ ഫത്ഹുൽ മുഈനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി ഉണ്ടാക്കിയതല്ലാതെ ഒരു ഇമാമിനും ഒരു കിതാബും ഇല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം നെരിയാണിയുടെ ചോടത്തുണി കൊടുത്ത് നിസ്കരിച്ചതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്ന് വിധിക്കുകയല്ല, മറിച്ച് അവന്റെ നിസ്കാരം പരിപൂർണമായിട്ടില്ല. പൂർണ്ണമായ നിസ്കാരമാകണമെങ്കിൽ ഒന്നുകൂടി അവന്റെ വുളു എടുത്തിട്ട് തന്നെ അവന്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ തന്നെ, അവന്റെ കാലും അവന്റെ മുഖവും അവന്റെ കയ്യും അവന്റെ തലയുമൊക്കെ ഒന്നുകൂടി വുളു എന്ന് പറയുന്ന ശുദ്ധീകരണത്തിലൂടെ ഫിൽട്ട് ചെയ്തിട്ട് വേണം, ശുദ്ധീകരിച്ചിട്ട് വേണം ഇവന്റെ നിസ്കാരം നടക്കാൻ. കാരണം ഇവൻ നെരിയാണിയുടെ ചോടത്തുണി കൊടുത്ത് നിസ്കരിച്ചതുകൊണ്ട് അവന്റെ കാലും ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അത് ഒതുവെടുക്കുന്ന സമയത്ത് പാപങ്ങൾ കഴുകിപ്പോകുമല്ലോ. ആ പാപം ഒതുവിലൂടെ കഴുകി വൃത്തിയാക്കി ഫിൽട്ട് ചെയ്തുകൊണ്ട് വേണം റബ്ബിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ. ഇത് ആത്മീയമായ ചിന്തയാണ്, ആത്മീയമായ ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെരിയാണിയുടെ ചുവടെ തുണിയുമുടുത്ത് ഒരിക്കലും നടക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് തീരെ പാടില്ല. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കക്ഷികളോട് അല്ല മിണ്ടൂല. അല്ലാഹു തആല 3 കക്ഷികളിലേക്ക് നോക്കൂല. അല്ലാഹു തആല 3 കക്ഷികളെ ശുദ്ധീകരിക്കൂല. വലഹും അദാബുൻ അലീം, അവർക്ക് ഭയാനകമായ വളരെ വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ കാര്യം 3 പ്രാവശ്യം പറഞ്ഞപ്പോ അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഖാബൂ വഖഫിറൂ, അവർ നഷ്ടപ്പെട്ടു പോയല്ലോ നബിയെ, അവർ പരാജയപ്പെട്ടു പോയല്ലോ നബിയെ. മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ? അപ്പോഴാ മറുപടി, അൽ മുസ്ലിമൂ, നെരിയാണിയുടെ ചുവടെ തുണിയെടുത്ത് അഹങ്കാരം പ്രകടിപ്പിച്ച് നടക്കുന്ന മനുഷ്യൻ. വൽ മന്നാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും സദഖ കൊടുക്കുകയോ ഉപകാരം ചെയ്യുകയോ ചെയ്തെങ്കിൽ അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഞാനാണ് അവന് വിസ കൊടുത്തത്, ഞാനാണ് അവന് പണിയാക്കി കൊടുത്തത്, ഞാനാണ് അവനെ വിദേശത്ത് കൊണ്ടുപോയത്, ഞാനാണ് അവന്റെ വീട്ടിന് പിരിവെടുത്ത് കൊടുത്തത്, ഞാനാണ് അവന്റെ വീടുണ്ടാക്കാൻ സഹായിച്ചു കൊടുത്തത്, ഞാനാണ് അവന്റെ പെങ്ങളെ നിക്കാഹിന് ആളെ ശരിപ്പെടുത്തി കൊടുത്തത്, ഞാനാണ് അവന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തത്, ഞാനാണ് അയാൾ കുടുങ്ങിയ സമയത്ത് കടം വീട്ടാനുള്ള സംഖ്യ എത്തിച്ചുണ്ടാക്കി കൊടുത്തത് എന്നിങ്ങനെ ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന, അള്ള എനിക്ക് തന്ന തൗഫീഖാണെന്ന് ചിന്തിക്കുന്നതിന് പകരം അതെന്റെ പവർ കൊണ്ട് ചെയ്തതാണെന്ന് ചിന്തിക്കുന്ന അഹങ്കാരിയില്ലേ? എന്റെ പവർ കൊണ്ട് ഞാനത് ചെയ്തു എന്ന് ചിന്തിക്കുന്ന അഹങ്കാരം മനസ്സിലുള്ള ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന മനുഷ്യനില്ലേ? അവനാണ് രണ്ടാമത്തവൻ. മൂന്നാമത്തത് വൽ മുൻഫിഖു സല്ലതഹു ബിൽ ഹലഫിൽ കാദിബ്, കള്ള സത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിൽക്കുന്നവരാണ് കേട്ടോ. അല്ലാഹുവിനെ മുൻനിർത്തി അവന്റെ ദുനിയാവിന് ലാഭം കിട്ടാൻ വേണ്ടി സത്യം കള്ള സത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റ് കാശുണ്ടാക്കുന്നവൻ, കള്ള സത്യം ചെയ്ത് കച്ചവടം ചെയ്യുന്നവൻ, അവനാണ് മൂന്നാമത്തവനെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാം മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം. അപ്പൊ നെരിയാണിയുടെ ചുവടെ തുണി കൊടുക്കുക എന്ന ഏർപ്പാട് തന്നെ വളരെ മോശമാണ്. അപ്പൊ നമ്മൾ തുണി ഉടുക്കേണ്ടതുപോലെ കൊടുക്കണം. അത് മുട്ടുപൊക്കളിനിടയിൽ മറയണം. പുരുഷന്മാരുടുക്കുന്ന തുണി മുട്ടുപൊക്കളിനിടയിൽ നിർബന്ധമായും മറയണം. പൊക്കിൾ മറക്കാതെ ചില ആളുകൾ തുണി ഉടുക്കും. അങ്ങനെ തുണി ഉടുക്കരുത്, പൊക്കിൾ മറക്കണം. അതുപോലെ ചിലര് പേന്റ് ധരിക്കും, ബനിയൻ ഇട്ടിട്ടുണ്ടാവില്ല. പേന്റ് ധരിക്കുന്ന ഒരു നിലക്ക് സന്തോഷമാണ്, കാരണം എന്നാ മടക്കി കുത്തൂല. ചില ആളുകൾ പാന്റ് കൊടുക്കൂല, തുണി കൊടുക്കും, എന്നിട്ട് മടക്കി കെട്ടി കുത്തും, എന്നിട്ട് തുടയും കാണിച്ചിങ്ങനെ നടക്കും. കടുത്ത ഹറാം. തൊട ഔറത്തിൽപ്പെട്ടതാണ്, അത് നോക്കൽ ഹറാമാണ്, കാണിക്കൽ ഹറാമാണ്. പക്ഷെ ഒരു ബോധമില്ലാതെ ചില മനുഷ്യന്മാര് തുണി ഇങ്ങനെ മേലോട്ട് അങ്ങോട്ട് മടക്കി കുത്തും. മടക്കി കുത്തല് മാത്രമല്ല, പിന്നെ ചിലപ്പോ പോയിട്ട് സുബ്ഹാനല്ലാഹ് ചില കുഞ്ഞിലൊരു നീലൊക്കെ കുളിച്ചാൽ അന്നാ പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് പേന്റ് ഉടുക്കുന്നത് സന്തോഷമാണ്, എന്നാ മടക്കി കുത്തൂലല്ലോ. പക്ഷേ ആ പേന്റ് ഉടുക്കുന്നവരും ശ്രദ്ധിക്കണം, തുണി ഉടുക്കുന്നവരും ശ്രദ്ധിക്കണം. ഔറത്ത് മറക്കുന്ന സമയത്ത് മേൽഭാഗത്ത് നിന്ന് താഴോട്ട് മറക്കണമെന്നാണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോ പലരുടെയും പുറത്ത് ഇങ്ങനെ ഒരു ചെറിയ ചാല് കാണാം, ഒരു വെള്ളം വലിച്ചു പോകാൻ പറ്റുന്നതിനുള്ളൊരു ചാല് കാണാം. ആ ചാല് മധ്യത്തിലുണ്ടാകും. നമ്മൾ ബനിയനും കൂടി ധരിച്ചിട്ടില്ലെങ്കിൽ, പേന്റാണ് ധരിച്ചതെങ്കിൽ അല്ലെങ്കിൽ തുണിയാണ് ഉടുത്തതെങ്കിൽ, ആ ചാലിന്റെ ഉള്ളിലൂടെ താഴോട്ട് കാണുമെങ്കിൽ, മുട്ടുപൊക്കളിനിടയിൽ വരുന്ന പരിധിയിൽപ്പെട്ട താഴോട്ടുള്ള സ്ഥലം കാണുമെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുകയാണ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ബാത്തിലായിക്കൂടാ. ഇപ്പോൾ നമ്മളിൽ പലരും ധരിക്കുന്ന ചെറിയ കുപ്പായം, ഇപ്പൊ നമുക്ക് എല്ലാ സംഗതിക്കും പൈസ നമ്മളെ കയ്യിൽ ധാരാളമുണ്ട്. കുപ്പായത്തിന്റെ തുണിക്ക് മാത്രം വലിയ ഞെരുക്കമാണ്. മറ്റുള്ളതിനൊക്കെ പണം കയ്യിൽ ധാരാളമുണ്ട്. അവനവന്റെ കുപ്പായത്തിന്റെ തുണിക്കിപ്പം വലിയ ഞെരുക്കമാണ്. അങ്ങനെ വളരെ ചെറിയ കുപ്പായം ധരിച്ച്, എന്നിട്ട് പാന്റും ധരിച്ചോ തുണിയും ധരിച്ചോ നിസ്കരിക്കുമ്പോ, റുക്കൂ ചെയ്യുമ്പോഴോ സുജൂദ് ചെയ്യുമ്പോഴൊക്കെ ആ കുപ്പായം അങ്ങ് കയറിപ്പോവുകയും കൂടി ചെയ്താൽ പലപ്പോഴും പലരുടെയും പൊക്കിളിന്റെ ചുവടെയുള്ള സ്ഥലം വെളിച്ചത്ത് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്നുണ്ടെന്ന ബോധം മുസ്ലിം ചെറുപ്പക്കാരെ നമുക്കുണ്ടാകണം കേട്ടോ. ഇനി ഞാൻ സഹോദരിമാരോട് പ്രത്യേകം പറയുകയാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഔറത്താണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം മറച്ചുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാണ്. അത് അവരൊറ്റക്കൊരു റൂമിൽ വെച്ച് വാതിലും അടച്ച് അവര് മാത്രമുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മുഴുവൻ സ്ഥലവും മറക്കൽ നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ മുഖം എന്ന് പറയുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഖം എന്ന് പറയുന്നത് അഭിമുഖമായി നിൽക്കുന്ന സ്ഥലത്തിനാണ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് നമ്മുടെ തലയിലുള്ള മുടി മുളക്കുന്ന സ്ഥലം അതിന്റെ മേലെ അതിർത്തിയാണ്. താടിയെല്ലിന്റെ ഇങ്ങേ അറ്റം അതിന്റെ താഴെ അതിർത്തിയാണ്. ഈ താടിയെല്ലിന്റെ അറ്റത്തിന്റെ താഴെ ഉള്ള സ്ഥലം താടിയെല്ലിന്റെ നേരെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അഭിമുഖമായി നിൽക്കുമ്പോൾ കാണുന്ന സ്ഥലം, അതിന്റെ ഏറ്റവും ലാസ്റ്റ് അവിടെ മുഖത്തിന്റെ അതിര് തീർന്നു. അതിന്റെയും ചുവടെയാണ് പല സ്ത്രീകളും മക്കനയിടുന്ന സമയത്ത് മക്കന ധരിക്കുന്നത്. അതിന്റെ ചുവടെയുള്ള സ്ഥലം, താടിയെല്ലിന്റെ ചുവടെയുള്ള സ്ഥലം കാണുന്ന രൂപത്തിലാണ്. അപ്പോൾ അത് നിസ്കാരം ബാത്തിലാകാൻ കാരണമാവുകയാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് തവാഫും ബാത്തിലാകാൻ കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അഭിമുഖമായി ഇങ്ങനെ നമ്മൾ അഭിമുഖമായി നിൽക്കുമ്പോൾ നേരെ കാണുന്ന സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ള താഴോട്ടുള്ള സ്ഥലങ്ങൾ മറക്കൽ നിർബന്ധമാണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, തവാഫും നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ മേൽഭാഗത്ത് ഒരു രോമമെങ്കിലും ഒരു മുടിയെങ്കിലും പുറത്ത് കണ്ടാൽ അതുകൊണ്ടും നിസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് അല്പം നെറ്റിയിലേക്ക് കയറ്റിയും അതുപോലെ മക്കന ധരിക്കുമ്പോൾ അല്പം താടിയുടെ മേലോട്ട് കയറ്റിയും മക്കന ധരിച്ചാൽ ഈ പ്രശ്നം ഒഴിവായി കിട്ടുന്നതാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു സഹോദരിമാരോട്. ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകാൻ പലപ്പോഴും കാരണമായി പോകും. ഇതുപോലെ സഹോദരന്മാരെ, നമ്മൾ ഔറത്ത് മറക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുരുഷന്മാര് ചുമല് മറക്കാതെ നിസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്. ചുമല് മറച്ചിരിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തല തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കാറില്ല. ഇഹ്റാം കെട്ടിയിട്ടുള്ള സമയത്തല്ലാതെ തല തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കാറില്ലെന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഫത്ഹുൽ മുഈനിലും നിങ്ങൾക്ക് കാണാം തല തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കുന്നതും ചുമല് തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കുന്നതും വിരോധിക്കപ്പെട്ടതാണ്. തല മറക്കാതെ നിസ്കരിക്കുന്നവരായി നമ്മൾ അതപ്പതിച്ചു പോകരുത്. തല തുറന്നിട്ട് നിസ്കരിക്കുന്ന ഏർപ്പാട് വാസ്തവം പറഞ്ഞാൽ അമേരിക്കക്കാരനോടും ബ്രിട്ടീഷുകാരനോടുമുള്ള തുടർച്ചയാണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള തുടർച്ചയല്ല. തല തുറന്നിട്ടുകൊണ്ട് കർമ്മം നിർവഹിക്കുന്ന കക്ഷികൾ അത്തരത്തിലുള്ള ഇംഗ്ലീഷുകാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതേ സമയത്ത് അറബി വംശത്തിൽ ജനിച്ച് അറബികളുടെ നേതാവായി, ലോകത്തിന് മുഴുവനും നേതാവായി പ്രവർത്തിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമറച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കാറുള്ളത്. അതുകൊണ്ട് പുരുഷന്മാരെ, ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നമുക്ക്
പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലമറക്കൽ ഒരു അലങ്കാരമാണ്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്, അതാ പണ്ഡിതന്മാർ തലമറക്കാതെ അങ്ങാടിയിലൂടെ തല തുറന്നിട്ട് നടക്കുന്ന പണ്ഡിതനാണെങ്കിൽ ഒരു സാക്ഷിക്ക് പോലും ആ പണ്ഡിതൻ പറ്റുകയില്ലെന്ന് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം തലമറക്കൽ അത്രയും വ്യക്തിത്വത്തിന്റെ മേലറിയിക്കുന്ന മനുഷ്യന്റെ വ്യക്തിത്വം പിടിച്ചു നിർത്തുന്ന ഒരു വിഷയമാണ് തലമറക്കൽ. പണ്ഡിതന്മാരാകുമ്പോ അവര് തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്നാൽ അവരെ സാക്ഷിക്ക് പോലും പറ്റാത്ത അവസ്ഥ വരുമെന്ന് ഫത്ഹുൽ മുഈനിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാധാരണക്കാരോ? അങ്ങാടിയിൽ വെച്ച് ജീപ്പിലും കാറിലുമൊക്കെ പോകുന്ന ഡ്രൈവർമാരും ക്ലീനർമാരും മാർക്കറ്റിൽ ജോലിയെടുക്കുന്നവരും ചുമട്ട് തൊഴിലാളികളും അങ്ങനത്തെ കക്ഷികൾക്ക് പലപ്പോഴും തല തുറന്നിടേണ്ടി വരും. അവർക്ക് പലപ്പോഴും തലയെ കെട്ടി നടക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് അത്തരക്കാർ തല മറച്ചിട്ടില്ലെങ്കിലും അവർ സാക്ഷിക്ക് പറ്റാത്ത പ്രശ്നം വരുന്നില്ല. അതേസമയം ജനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടവർ അവർ തലമറക്കാതെ അങ്ങാടിയിലൂടെ നീങ്ങിയാൽ അവരുടെ വ്യക്തിത്വത്തിന് അത് ക്ഷതം വരുത്തുമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് അത് സാധാരണക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും തല